മലപ്പുറം നിലമ്പൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന ആദിവാസി യുവതി മരിച്ചു. ചോലനായ്ക്കർ വിഭാഗത്തിലെ സുസ്മിതയാണ് മരിച്ചത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, സുസ്മിത ചികിത്സയിലായിരുന്നോ, ആശുപത്രിയിലായിരുന്നോ? എന്താണ് അവരുടെ ബന്ധുക്കൾ പറയുന്നത്? ഗോകുൽ. ഹാഷ്മി, 3 ആഴ്ചയായി ഈ സുസ്മിതയ്ക്ക് പനിയായിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ ആശുപത്രിയിൽ പോകാൻ സാധിച്ചില്ല. ഇത്തരത്തിൽ ഈ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വാഹനങ്ങളുടെ അസൗകര്യവുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതേ കാരണം തന്നെയാണ് 3 ആഴ്ച മുമ്പ് കുട്ടിയായി സുസ്മിതയ്ക്ക് പനിയായിട്ടും ആശുപത്രിയിൽ പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ITDP ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഇടപെട്ടാണ് ഈ സുസ്മിതയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഈ മാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവരെ സുസ്മിതയെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ കുട്ടയിൽ ചുമന്നു കൊണ്ടുപോയി അവിടെ നിന്ന് ജീപ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. 3 ആഴ്ച മുമ്പ് പനി ബാധിച്ചെങ്കിലും വെള്ളിയാഴ്ച മാത്രമാണ് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ രക്തസമ്മർദ്ദവും ശരീരത്തിൽ ഓക്സിജന്റെ അളവും കുറഞ്ഞു. തുടർന്ന് ഈ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവരുടെ ഈ വാഹന അസൗകര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന തരത്തിലുള്ള പരാതികൾ നേരത്തെ തന്നെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് 24 നിരവധി തവണ വാർത്ത നൽകിയിട്ടുള്ളതുമാണ്. ഹാഷ്മി, ഇവിടെ സാധാരണ പനി തന്നെയാണോ ഗോകുൽ? പലതരം പനികളുടെ കാലമാണല്ലോ. പനി സാധാരണ പനിയാണെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ അത് യഥാസമയത്ത് ചികിത്സിക്കാൻ സാധിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അത് വഷളാവുന്ന ആരോഗ്യനില വഷളാവുന്ന രീതിയിലേക്ക് എത്തുകയും പിന്നീട് ഈ മരണത്തിലേക്ക് എത്താൻ ഇടയാക്കിയത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ എടുത്തു വരുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പനി മറ്റെന്തെങ്കിലും പനിയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഇല്ല. 19-20 വയസ്സേ ഉള്ളൂ. ഏറെ നേരത്തെ ഉള്ള മരണമാണത് ഗോകുൽ. അതെ, 20 വയസ്സ് എന്നാണ് ആശുപത്രിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് 20 വയസ്സ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിലും നമ്മൾ ITDP അധികൃതരും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇവർക്ക് 19 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ട്. നേരത്തെ തന്നെയുള്ള മരണമാകുന്നു. ഈ പ്രായം എത്തുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ പിടികൂടുന്നു. മരണത്തിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ അധികൃതർ ശ്രദ്ധിക്കേണ്ടതും യഥാസമയം ഇവരെയൊക്കെ പരിഗണിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഉൾവനത്തിൽപ്പെടുന്ന ആളുകൾ പ്രാക്തന ഗോത്രവർഗമായ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ ഇവരൊന്നും യഥാവിധി സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളോ ജീവിത മാർഗങ്ങളോ ഒന്നും നൽകാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള നിരവധി വാർത്തകൾ നിലമ്പൂർ മേഖലയിൽ നിന്ന് തന്നെ നിരവധിയായിട്ടുള്ള വാർത്തകൾ നമ്മൾ നേരത്തെയൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും അത് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ സാധിക്കുന്നില്ല. പക്ഷേ ഈ കുട്ടി ആശുപത്രിയിലേക്ക് എത്തിച്ച് ട്രൈബൽ വിഭാഗം തന്നെയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ 3 ആഴ്ച മുമ്പ് ഇവർക്ക് പനി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അതിനെ എടുത്തു പറയേണ്ട ഒരു സംഗതി. 3 ആഴ്ച മുമ്പ് തുടങ്ങിയിട്ടും വെള്ളിയാഴ്ച മാത്രമാണ് ഇവർക്ക് ആശുപത്രിയിലേക്ക് എത്താൻ സാധിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ഈ മാഞ്ചേരി എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഈ കൊട്ടയിൽ ചുമന്നു കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നീട് ജീപ്പിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലും ഇത്രത്തോളം പ്രതിസന്ധി നേരിടുന്ന ജനങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹാഷ്മി, ഗോകുൽ കെ വേണുഗോപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.